ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. കർത്താവിൻ്റെ വചനത്തിലേക്ക് നമുക്ക് അല്പസമയം വിശ്രമപൂർവ്വം പ്രവേശിക്കാം. പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനത്തിൽ അവിടുത്തെ സഭയെ അഭിസംബോധന ചെയ്യുന്നത് ഇപ്രകാരമാണ്: കർത്താവിൻ്റെ സ്നേഹഭാജനങ്ങളും വിശുദ്ധരും എന്ന നിലയിലാണ് അവരെ ഓരോരുത്തരെയും സ്ലീഹ അഭിസംബോധന ചെയ്തിരുന്നത്. ആദിമസഭയിലെ മുഴുവൻ ക്രിസ്ത്യാനികളെയും മറ്റുള്ളവർ വിളിച്ചുകൊണ്ടിരുന്നത് വിശുദ്ധർ എന്നാണ്. വിശുദ്ധരാകാനായിട്ടുള്ള വിളി ലഭിച്ചവരാണ് ഓരോ മക്കളും എന്ന് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹഭാജനങ്ങളും വിശുദ്ധരുമെന്ന നിലയിൽ ഓരോ വ്യക്തികളെയും കാണുന്ന സ്ലീഹ വിശുദ്ധിയിലേക്കുള്ളൊരു വിളിയാണ് ഓരോ ക്രൈസ്തവൻ്റെയും വിളിയെന്ന് ഇതിലൂടെ വ്യക്തമാക്കുകയാണ്. പൗലോസ്ലീഹ തന്നെ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനത്തിൻ്റെ 4:3 ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. ഓരോ മനുഷ്യൻ്റെയും വിശുദ്ധീകരണം ദൈവം അഭിലഷിക്കുന്നുണ്ട്, ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ലൗകിക മനുഷ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്: ഓ, ഞാൻ വിശുദ്ധനായിട്ടൊന്നും കാര്യമില്ല, വിശുദ്ധനാകാനൊട്ട് എനിക്ക് സാധിക്കുകയില്ല, വിശുദ്ധനായിട്ടിപ്പം വിശുദ്ധമായി ജീവിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനും പോകുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ മനുഷ്യരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. സകല മനുഷ്യരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. പക്ഷേ ചില നിമിഷങ്ങളിൽ ഓരോ ആത്മാവിനെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി വിശുദ്ധിയിലേക്കുള്ള വിളിയാണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടായിരിക്കാം ഞാൻ വിശുദ്ധനായിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം കൊണ്ട് ഞാൻ മാത്രം നല്ല രീതിയിൽ പോയിട്ട് എൻ്റെ കുടുംബം രക്ഷപ്പെടുകയില്ല എന്നൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെയൊരു കാഴ്ചപ്പാടോടുകൂടെ ചിന്തിക്കുന്നത് കൊണ്ടാണോ എന്ന് നമുക്ക് സംശയമുണ്ട്. പൗലോസ്ലീഹ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം ഇത്തരണത്തിൽ വളരെ ശ്രദ്ധേയമാണ്. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. വചനം പറയാണ്, കർത്താവിനെ ദർശിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ വിശുദ്ധി കൂടാതെ ആർക്കും, അതാണ് വചനം പറയുക, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല. വിശുദ്ധമായ ഒരു ജീവിതത്തിൻ്റെ ഒരു ശൈലിയാണ് നമുക്കുള്ളതെങ്കിൽ ദൈവികമായ ദർശനം വളരെ എളുപ്പമായിരിക്കുമെന്ന് സ്ലീഹ ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ സ്ലീഹ ഇവിടെ അർത്ഥമാക്കുന്നുണ്ട്. ഓരോ മനുഷ്യനും വിശുദ്ധമായ ജീവിതം നയിക്കുവാനുള്ള ശ്രേഷ്ഠകരമായ വിളി ലഭിച്ചവനാണ് എന്നും കൂടെ സ്ലീഹ ഇവിടെ അർത്ഥമാക്കുന്നുണ്ട്. വീണ്ടും തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തെ ദർശിക്കാൻ മത്തായി സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മനസ്സിലും ആത്മാവിലും ശരീരത്തിലും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ പാലിക്കേണ്ടുന്ന ഒരു കാര്യമാണ് വിശുദ്ധി. പാപകരമായ കാര്യങ്ങൾ മാത്രം മാറ്റിയിട്ട് വിശുദ്ധി പ്രാപിക്കാമെന്ന് വിചാരിക്കരുത്. നമ്മുടെ ചിന്തകളിൽ നമ്മൾ വിശുദ്ധി പാലിക്കണം, നമ്മുടെ വാക്കുകളിൽ നമ്മൾ വിശുദ്ധി പാലിക്കണം, നമ്മളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നമ്മൾ വിശുദ്ധി പ്രാപിക്കണം. എല്ലാ രീതിയിലുമുള്ള ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനം രൂപപ്പെടുമ്പോഴാണ് വിശുദ്ധനായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ വിശുദ്ധിയായ ഒരാൾ എന്നിൽ രൂപപ്പെടുക, നിങ്ങളിൽ രൂപപ്പെടുക. അത് മനസ്സിൻ്റെ ഒരു ഭാവമാണ്, മനസ്സിൻ്റെ ഒരു പ്രാർത്ഥനയാണ്, മനസ്സിൻ്റെ ഒരു ആഗ്രഹമാണ്. വിശുദ്ധി കൂടാതെ ദൈവത്തെ കാണാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ വചനം പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ അവർ ഭാഗ്യവാന്മാരാണ്. ഹൃദയത്തിൻ്റെ ശുദ്ധി അവരുടെ ഭാഗ്യമാണ്. ആ ശുദ്ധി ഉള്ളത് കൊണ്ട് അവർ ദൈവത്തെ ദർശിക്കും എന്നിവിടെ വചനം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനം: വിശുദ്ധിയെ ഞാൻ അജയ്യമായ പരിശയാക്കും. വിശുദ്ധിയെ ഞാൻ അജയ്യമായ വിശുദ്ധയാക്കും എന്ന് വെച്ചാൽ വിശുദ്ധിയാണ് ദൈവത്തെ ദർശിക്കുവാൻ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അത് നമുക്കൊരു പരിചയമായിരിക്കും, ഒരു ആയുധമായിരിക്കുമെന്ന് ഇവിടെ വചനം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്.
ജീവിതത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരെ നമ്മൾ കാണുന്നുണ്ട്. അല്ലെ അതിനുവേണ്ടി ജീവത്യാഗം അനുഭവിച്ചവരെ നമുക്ക് കാണാം. വിശുദ്ധ മരിയ കുര്യത്തി ജീവിത വിശുദ്ധി പാലിക്കാൻ വേണ്ടി ഒരുപാട് ത്യാഗം അവൾ അനുവർത്തിച്ചു. അവളെ പീഡിപ്പിക്കാനായിട്ട് വന്ന അലക്സാണ്ടറിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് മൽപ്പിടുത്തങ്ങൾ ആ ജീവിതത്തിൽ നടത്തി. അതുപോലെ വിശുദ്ധ അഗാത്ത വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്ലേശങ്ങളാണെങ്കിൽ ക്ലേശം, മരണമാണെങ്കിൽ മരണം, അത് സ്വീകരിക്കാനായിട്ട് റെഡിയായി. പാപത്തെക്കാൾ ഭേദം മരണം എന്ന ഒരു വിശുദ്ധമായ ഒരു ചിന്ത അവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഇപ്രകാരം അവർക്ക് ആ ഒരു വിശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഉണ്ടായത്. വിശുദ്ധ അംബ്രോസിന് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് അംബ്രോസിനോട് പറഞ്ഞു, അംബ്രോസെ, നിനക്ക് എന്താണ് എനിക്ക് തരാനായിട്ട് ഉള്ളത്? ഉടനെ അംബ്രോസ് കർത്താവിനോട് പറഞ്ഞു, എൻ്റെ ഹൃദയം എടുത്തുകൊള്ളുക. കർത്താവ് പറഞ്ഞു, എനിക്ക് നിൻ്റെ ഹൃദയം വേണ്ട. പിന്നെ എന്താണ് എന്നിൽ നിന്ന് വേണ്ടത്? എന്നിൽ നിന്ന് എന്ത് വേണോ അത് മുഴുവനുമായും എടുത്തുകൊള്ളുക. എൻ്റെ കാലാണോ, എൻ്റെ കൈയാണോ, എന്താണോ ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്നത്, എന്താണോ അവിടുന്ന് ഇഷ്ടപ്പെടുന്നത്, അതെടുത്തുകൊള്ളുക. കർത്താവ് പറഞ്ഞു, എനിക്ക് നിൻ്റെ കാലും കൈയും ഒന്നും വേണ്ട. എനിക്ക് വേണ്ടത് നിൻ്റെ പാപാവസ്ഥകളാണ്. നിൻ്റെ പാപാവസ്ഥകൾ എനിക്കതാ. എന്നിട്ട് നീ വിശുദ്ധമായ ഒരു ജീവിതം സ്വീകരിക്കുക. പാപാവസ്ഥകൾ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ വിശുദ്ധമായ ഒരു ജീവിതമാണ് നമുക്ക് തിരിച്ച് കർത്താവ് തരുന്നത് എന്ന് ഈ വിശുദ്ധനിലൂടെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് തരികയാണ്. അവിടെയാണ് ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലെ വചനം നിറവേറുക. വിശുദ്ധി നിനക്ക് വലിയ പരിചയമായിരിക്കും. വിശുദ്ധിയുടെ ഒരു വെള്ളവസ്ത്രമില്ലാതെ വിശുദ്ധമായ ഒരു ജീവിതത്തിൻ്റെ ഒരു മാതൃകയില്ലാതെ നമ്മൾക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുക ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. വിശുദ്ധിയുടെ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പക്കലേക്ക് എത്താനായിട്ടുള്ള ഒരു ഭാഗ്യം, അത് നമുക്ക് ദൈവം തരുന്ന ഒരു അതുല്യമായ ഒരു സ്നേഹ സമ്മാനമാണ്. നമ്മുടെ മനസ്സിൻ്റെ ആത്മാവിൻ്റെ വലിയൊരു സമ്മാനമാണ്. ദൈവം ഒരാൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റാണെന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. ഈ വിശുദ്ധി എന്ന് പറയുമ്പോൾ അത് വീണ്ടും ഒരു ജനനമാണ്. പരിശുദ്ധാരൂപിയിലുള്ള ഒരു വീണ്ടും ജനനമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. നമ്മുടെ പഴയ ജീവിതത്തിൻ്റെ അവസ്ഥകളെല്ലാം പരിശുദ്ധാരൂപിക്ക് വിട്ടുകൊടുത്ത് പരിശുദ്ധാരൂപി ആഗ്രഹിക്കുന്ന ഒരു പുതിയ ജീവിതത്തിൻ്റെ ശൈലി നമ്മൾ രൂപീകരിച്ച് കഴിയുമ്പോൾ അവിടെ ഒരു പുതിയ ജനനം നമുക്കുണ്ടാകുന്നു. വാസ്തവത്തിൽ വിശുദ്ധി എന്നതുകൊണ്ട് ആത്മാവിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാ ചിന്തകളും പരിശുദ്ധാരൂപിക്ക് വിധേയമായിരിക്കും. നമ്മുടെ പ്രവൃത്തികളെല്ലാം പരിശുദ്ധാരൂപിക്ക് വിധേയമായിരിക്കും. അരൂപിക്ക് വിധേയപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ അശുദ്ധമായ ഒന്നിനും നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. വിശുദ്ധിയുടെ ഒരു സമ്പൂർണമായ രൂപമാണ് ശുദ്ധമായ ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇതൊരു ശുദ്ധമായ ഒരു പരസ്യത്തിൻ്റെ കാലയളവിലൂടെ കൂടെ നമ്മൾ കടന്നു പോവുകയാണ്. എന്തോ ഓരോ പരസ്യങ്ങളാണ് നമ്മൾ കാണുക. ശുദ്ധമായ വെളിച്ചെണ്ണ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പരസ്യങ്ങളുടെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ നടന്നു നീങ്ങുക. എന്ന് വെച്ചാൽ കലർപ്പില്ലാത്തത് എന്നാണ് അർത്ഥമാക്കുന്നത്. ശുദ്ധമാണ്, അത് ശുദ്ധമായ വെളിച്ചെണ്ണയാണ്, അതിനകത്ത് മായങ്ങളൊന്നും ചേർന്നിട്ടില്ല. അപ്പോൾ ഈ പരസ്യം കാണുമ്പോഴേക്കും മറ്റുള്ളവർ പെട്ടെന്ന് അതിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. അപ്പോൾ കലർപ്പില്ലാത്ത വിശുദ്ധമായ ഒരു ജീവിതമാണ് എന്നിൽ ഉള്ളതെങ്കിൽ ആ ശുദ്ധിതയിലേക്ക്, ആ വിശുദ്ധിയിലേക്ക് മറ്റുള്ളവർ പെട്ടെന്ന് ആകർഷിക്കപ്പെടും. അപ്പോൾ വിശുദ്ധമായ ജീവൻ നയിക്കുന്ന ഒരാളുടെ കൂടെയുള്ള ജീവിതം വളരെ എളുപ്പകരമായിരിക്കും. ഞാൻ ഓർക്കുകയാണ്, ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു കുട്ടി പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അപ്പോൾ ആ കൊച്ചു പറഞ്ഞു, സിസ്റ്റർ, എൻ്റെ റൂമിൽ ഒരുപാട് ശാന്തതയുള്ള, ക്ഷമയുള്ള, വിട്ടുവീഴ്ചയുള്ള ഒരു കൂട്ടുകാരനുണ്ട്. അവരുടെ റൂമിൽ 6 പേരാണ് കിടക്കുക. അപ്പോൾ ഇത്രയും സ്വഭാവ ഗുണഗണങ്ങളുള്ള ഒരാൾ എൻ്റെ റൂമിലുണ്ട്. ഞാനടക്കം 5 പേരും അവനോട് വഴക്കിന് ചെന്നാലും ഒരാളോട് പോലും എതിർത്ത് സംസാരിക്കുകയില്ല. ഒരു കറുത്ത വർത്താനം ആരുടെയും മുൻപിലിട്ട് കൊടുക്കുകയില്ല. എന്ത് സ്വഭാവക്കാരാണെങ്കിലും അവനോട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവർ ഈ 6 മാസം കൂടുമ്പോൾ റൂം ചേഞ്ച് ചെയ്യുന്ന ഒരു ഇടപാടുണ്ട് അവരുടെ ഹോസ്റ്റലിൽ. അപ്പം ഇവൻ്റെ കൂടെ താമസിക്കാനായിട്ട് മറ്റു പിള്ളേർക്ക് വളരെ ഇഷ്ടമാണ്. കാരണം അവനിലെന്തോ മറ്റു പിള്ളേരിലില്ലാത്ത ഒരു പ്രത്യേകത അവനിലുണ്ട്. അവൻ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കും, അവന് പഠിക്കാനുള്ളത് പഠിക്കും, അവന് ഉഴപ്പുകയില്ല.
അത് മറ്റുള്ളവർക്ക് നന്മയായിട്ടുള്ളത് പറഞ്ഞു കൊടുക്കും, പ്രോത്സാഹനം കൊടുക്കും. പിന്നെ ഇവനറിയാവുന്നതെല്ലാം ഇവൻ അവൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ ഇവൻ്റെ കൂടെയുള്ള ആ റൂമിലുള്ള ജീവിതം സന്തോഷപ്രദമാണ്, ആനന്ദപ്രദമാണ്. അവൻ്റെ കൂട്ടുകാർ പറയാണ്, എന്തോ ഒന്ന് ഞങ്ങളിലില്ലാത്ത എന്തോ ഒന്ന് അവനിൽ കൂടുതലായിട്ട് ഉണ്ട്. നോക്ക്, ആ ഒരു ജീവിതത്തിൻ്റെ വിശുദ്ധി ആ കുഞ്ഞിനിൽ കൂടുതലായി ഉള്ളതുകൊണ്ട് അവൻ്റെ കൂടെ ജീവിക്കാൻ മറ്റുള്ളവർ ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു. നല്ലതിനോട് ചേർന്നിരിക്കുന്ന ഒന്ന് നല്ലതായിത്തീരും. നമുക്കറിയാവുന്ന കാര്യമാണ്. തിന്മയായിട്ടുള്ള ഒന്നിനോട് ചേർന്നിരിക്കുന്നത് ഒന്ന് അത് തിന്മയായിട്ട് രൂപപ്പെടും. അതുകൊണ്ട് വിശുദ്ധമായ ഒരു ജീവൻ നയിക്കാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ പാപം ഒഴിഞ്ഞ ഒരു ജീവിതം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഈ വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ നൈർമല്യമുള്ളവരാണെങ്കിൽ വിശുദ്ധമായ കാര്യങ്ങൾ എൻ്റെ അധരത്തിലൂടെ പുറത്തു വരും. വിശുദ്ധമായ വാക്ക്, വിശുദ്ധമായ നോട്ടം, കലർപ്പില്ലാത്ത സംസാരം, കലർപ്പില്ലാത്ത പ്രവൃത്തികൾ, ആത്മാർത്ഥതയോടുകൂടിയുള്ള സമർപ്പണത്തോടു കൂടിയുള്ള നമ്മളുടെ മറ്റ് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളുടെ നിർവഹണങ്ങൾ, അതെല്ലാം നമ്മളിൽ നിന്ന് വരും. നമ്മുടെ വാക്കുകളെയൊക്കെ കർത്താവ് എടുത്ത് അഭിഷേകം ഉള്ളതാക്കി മാറ്റും. അഭിഷേകമുള്ള വാക്കുകൾക്ക് ജീവൻ പ്രദാനം ചെയ്യുവാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒപ്പം ജീവിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ജീവിത പങ്കാളി, ഇവർക്കൊക്കെ ജീവൻ കൊടുക്കാനായിട്ടുള്ള വലിയൊരു ദൗത്യം കൂടെ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ ജീവിതകാലത്ത് കർത്താവിനോട് ചേർന്നിരുന്ന എത്രയോ പേര് സമാധാനം അനുഭവിച്ചു, എത്രയോ പേർക്ക് സന്തോഷമുണ്ടായി. ഈ സാന്നിധ്യം അനുഭവിച്ച് ജീവിച്ച ശിഷ്യർ അവരുടെ പ്രസംഗങ്ങൾ കേട്ട്, പത്രോസ്ലീഹായുടെയൊക്കെ പ്രസംഗം കേട്ട് 3000-ഓളം പേരാണ് മാനസാന്തരപ്പെട്ട് അവരുടെ പാപമംഗലമായ ജീവിതങ്ങൾ ഉപേക്ഷിച്ച് വിശുദ്ധമായ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. കർത്താവിൻ്റെ ശിഷ്യര് എന്ന നിലയിൽ വിശുദ്ധിയിലേക്കുള്ള വിളി ലഭിച്ചിരിക്കുന്ന നമുക്ക് നമ്മളിലൂടെ ആയിരങ്ങളെ ദൈവരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഗുരു ശിഷ്യൻ്റെ ഏറ്റവും വലിയ ധർമ്മമാണ്, കടമയാണ്, ഉത്തരവാദിത്തമാണ്. അപ്പോൾ വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല എന്ന് വചനം നമ്മളോട് ഉരുവിടുമ്പോൾ വിശുദ്ധമായ ജീവിത ശൈലിയിലൂടെ തമ്പുരാൻ്റെ സ്നേഹത്തിലേക്ക് കടന്നുപോയ എത്രയോ ആൾക്കാരെ നമുക്കറിയാം. ഈ ആധുനിക ലോകത്തിൽ നമുക്കൊക്കെ മാതൃകാപരമായി ജീവിച്ച് കടന്നുപോയ അൽഫോൻസാമ, അതല്ലെങ്കിൽ മറ്റ് വിശുദ്ധാത്മാക്കൾ, വിശുദ്ധമായ ജീവിതം, വിശുദ്ധാത്മാക്കൾ ആരും നമുക്കറിയാം വിശുദ്ധരായിട്ട് ജനിച്ചവരല്ല. അവരാരും വിശുദ്ധരായിട്ട് ജനിച്ചവരല്ല. അവർ ജനിച്ചതിന് ശേഷമാണ് വിശുദ്ധമായ ജീവിതത്തിലേക്ക് ഓരോ ദിവസത്തെയും അവരുടെ ദൈവം കൊടുത്ത സമയത്തെ നിർമ്മലമായി കാത്തു സൂക്ഷിച്ചതുകൊണ്ട് അവർ വിശുദ്ധമായ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതുകൊണ്ട് എനിക്ക് വിശുദ്ധമായ ഒരു ജനനം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ അശുദ്ധമായി പോയി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. വിശുദ്ധരായി ജനിച്ചവരല്ല, അവരുടെ ജീവിതത്തിൻ്റെ ആ നാളുകൾ കൊണ്ട് അവർ വിശുദ്ധിയിലേക്ക് കടന്നു വന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു കാലയളവിൽ അശുദ്ധമായ ജീവിതം നയിക്കുന്നതിനേക്കാളും എളുപ്പം വിശുദ്ധമായ ജീവിതം നയിക്കാനാണ്. അശുദ്ധികൾ ഒരു സ്ഥലത്ത് കുന്നുകൂടുമ്പോൾ വിശുദ്ധമായ ജീവിതം നയിക്കുന്ന എത്രയോ വ്യക്തികളുണ്ട്, എത്രയോ കുടുംബ ജീവിതം നയിക്കുന്ന വ്യക്തികളുണ്ട്, എത്രയോ സമർപ്പിതരുണ്ട്, എത്രയെത്ര അഭിഷിക്തരുണ്ട്. പുണ്യപൂർണമായ വിശുദ്ധമായ ജീവിതം നയിക്കുന്നവർ ഒരുപാട് വിശുദ്ധർ, നല്ല മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അവരിലൊക്കെ വളർന്നു വരുന്ന ഈ ദൈവകൃപയുടെ സമൃദ്ധി നമ്മളുടെയും കൂടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കാണുമ്പോഴാണ് കറകളില്ലാത്ത ഒരു ജീവിതമാണ് വിശുദ്ധിയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത് എന്ന് നമ്മൾ കാണുകയാണ്. അതിന് നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ ദൈവിക ചൈതന്യം നിറഞ്ഞതായിരിക്കണം. ദൈവിക ചൈതന്യം നിറഞ്ഞ പ്രവൃത്തികളായിരിക്കണം നമ്മളുണ്ടാകുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിറയുന്നതിന് ദൈവിക ചൈതന്യമുള്ള ഒരു ജീവിതമാണ് നമ്മൾ കാഴ്ചവെക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഒരു കുടുംബവുമായിട്ട് ഇങ്ങനെ ഒത്തൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു അവസരം ദൈവം എനിക്കൊരുക്കി. അപ്പോൾ കുടുംബത്തിൽ അവർ 2 മക്കൾ, അപ്പച്ചനും അമ്മച്ചിയും, ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കുക. എന്തോ ഇങ്ങനെ പറഞ്ഞു വന്നപ്പം ഈ 16 വയസ്സുണ്ട് ഇളയ മോൾക്ക്. ഈ മോള് പറയാണ്, സിസ്റ്ററെ എൻ്റെ പപ്പയെ പോലെ, കുട്ടി പറയാണ്, എൻ്റെ പപ്പയെ പോലെ നല്ല ഒരു പപ്പയെ ഇവിടെ എങ്ങും കിട്ടുകയില്ല.
അത്രയും നല്ല പപ്പ. അപ്പം ഞാൻ ചോദിച്ചു, എന്താ മോളുടെ പപ്പയിൽ കാണുന്ന നല്ലതെന്ന് പറയാൻ മോളെ പ്രേരിപ്പിക്കുന്ന പുണ്യം എന്താണ്? ഉടനെ മോള് പറഞ്ഞു, എൻ്റെ പപ്പയിൽ നിഴലിക്കുന്ന സിസ്റ്ററെ പുണ്യം എന്ന് മാത്രമല്ല എല്ലാ സുഹൃതങ്ങളും ഉണ്ട്. ആ മോള് പറഞ്ഞു, 16 വയസ്സേ ഉള്ളൂ, എൻ്റെ പപ്പയിൽ എല്ലാ സുഹൃതങ്ങളും ഉണ്ട്. ഞാൻ ചോദിച്ചു, എങ്കിലും നിന്നെ ഇത് പറയാൻ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം പറയാണ്, സിസ്റ്ററെ, പപ്പ ഈ പ്രദേശത്തുള്ള ഞങ്ങളുടെ ഇടവകയിലുള്ള എല്ലാ മനുഷ്യർക്കും എന്തോ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ മതി, പപ്പയെ വിളിച്ചാൽ ഉടനെ ഞങ്ങളുടെ കാര്യം പോലും അവിടെ ഇട്ടിട്ട് പപ്പ ഓടിപ്പോവും. അപ്പോൾ ഓടുന്ന ഓട്ടത്തിൽ പപ്പ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ മക്കളെ നിങ്ങളെ ദൈവം നോക്കും, എൻ്റെ മക്കളെ നിങ്ങളെ ദൈവം നോക്കും. അവരെ ഇപ്പം അവരുടെ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കാനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുക. ആരേത് രാത്രിയിലും പകലും സഹായത്തിന് ചോദിച്ചാൽ ഇങ്ങനെ പരോപകാരവുമായിട്ട് ഓടി നടക്കുന്ന ഒരു പാപ്പ. പിന്നെ ഒരു 5 പൈസ കൈ കൂടുതലുണ്ടെങ്കിൽ അത് കൃത്യമായി ആർക്കെങ്കിലും ഒരു സഹായം വേണമെന്ന് തോന്നുകയാണെങ്കിൽ അന്നേരെ അവർക്ക് അത് അവിടെ എത്തിച്ചിരിക്കും. വിശുദ്ധമായ ജീവിതത്തിന് സുഹൃത നിർഭരമായ ഒരു ശൈലിയും കൂടെ വളരെ നല്ലതായ ഒരു കാര്യമായിട്ട് നമ്മളിവിടെ കാണുകയാണ്. ഒരു മനുഷ്യൻ്റെ വിശുദ്ധിയില്ലാത്ത അവസ്ഥ എന്ന് പറയുന്ന വളരെ ശോചനീയമാണ്. ഈ അശുദ്ധമായ സാധനങ്ങളിൽ ഈച്ച പൊതിഞ്ഞിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഈച്ചയൊക്കെ അശുദ്ധമായ സ്ഥലത്ത്, വൃത്തിയില്ലാത്തിടത്ത് ഈച്ചകളൊക്കെ ഇങ്ങനെ കുന്നുകൂടും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആത്മാവിലും മനസ്സിലും ശുദ്ധിയില്ലാത്ത അശുദ്ധമായ ഒരു ആത്മാവിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ കടന്നു വരും. സ്വഭാവത്തിൻ്റെ തഴക്കദോഷങ്ങൾ, വിട്ടുമാറാൻ അനുവദിക്കപ്പെടാത്ത ഒരുപാട് തിന്മയുടെ പ്രലോഭനങ്ങൾ ശരീരത്തിൻ്റെ മേഖലയിൽ വിശുദ്ധിയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ കുമിഞ്ഞുകൂടിക്കൊണ്ടേയിരിക്കും. ഈ കഴിഞ്ഞ ദിവസം ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്നൊരു സഹോദരൻ പറഞ്ഞു, സിസ്റ്റർ, ഞാൻ കുമ്പസാരിച്ചിട്ട് 36 വർഷമായി. 36 വർഷമായി ഞാൻ കുമ്പസാരിച്ചിട്ട്, അതുകൊണ്ട് എനിക്ക് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണമെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ മുഴുവനും അശുദ്ധനാണ്. സഹോദരൻ പറയാണ്, ഞാൻ മുഴുവനും അശുദ്ധനാണ്. അത് കേട്ടപ്പോഴേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രചോദനം തന്നു. ഇയാൾ മാനസാന്തരത്തിലേക്ക് കടന്നു വരാൻ, അല്ലെങ്കിൽ ശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക്, വിശുദ്ധമായ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു ആത്മാവാണ്. അതുകൊണ്ട് പറയുകയാണ്, ഇത്രയും വർഷമായി ഞാൻ കുമ്പസാരിച്ചിട്ട്, അതുകൊണ്ട് എവിടെ തുടങ്ങണമെന്ന് അറിയത്തില്ല, എവിടെ ഇത് അവസാനിപ്പിക്കണമെന്ന് അറിയത്തില്ല. ആ സഹോദരനെ കൊണ്ട് പോയി ഇരുന്ന് സംസാരിച്ചു, ഏറെ നേരം സംസാരിച്ചു. പാപാവസ്ഥകളെല്ലാം കുറേയൊക്കെ അദ്ദേഹം ഒരു പേപ്പറിൽ കുറിച്ചു. പ്രാർത്ഥനയുടെ സമയത്ത് അദ്ദേഹത്തിന് തന്നെ ദൈവത്തിന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. 1.5 മണിക്കൂറോളം എടുത്ത് ഈ സഹോദരൻ ദീർഘമായ ഒരു കുമ്പസാരം, 1.5 മണിക്കൂർ മുട്ടുകുത്തി നിന്ന് കുമ്പസാര വേദിയിൽ നിന്ന് ഈ സഹോദരൻ കുമ്പസാരിക്കുകയാണ്. അപ്പോൾ കുമ്പസാരത്തിന് ആ ലൈനിൽ പുറകിൽ ആൾക്കാരുണ്ട്. ഈ ദീർഘസമയം എടുക്കുന്നത് കണ്ട് ആ ക്യൂവിൽ ഉണ്ടായിരുന്നവർ മറ്റ് ഇടങ്ങളിലേക്ക് മാറി നിൽക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ ആത്മാവ് കുമ്പസാരം കഴിഞ്ഞ് തിരിച്ച് വലിയ ആനന്ദത്തോടെ നിറമിഴിയോടെ ഇറങ്ങി വരുന്നത് കണ്ടു. അന്ന് വൈകുന്നേരം 6:30-ക്കായിരുന്നു ദിവ്യബലി അർപ്പണം. ദിവ്യബലിയുടെ സമയത്ത് മുഴുവനും കരങ്ങൾ കൂട്ടിപ്പിടിച്ച് ഏറ്റവും ഭക്തിയോടെ ആ ജീവിതത്തെ ദൈവതൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. വിശുദ്ധ കുർബാനയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ദേവാലയത്തിലേക്ക് കയറുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ടെസിൻ സിസ്റ്ററെ, ഞാൻ നന്നായി കുമ്പസാരിച്ചു. എൻ്റെ അശുദ്ധിയുള്ള എൻ്റെ ഹൃദയത്തെ ദൈവതൃക്കരങ്ങൾ കൊടുത്തു. ഞാനിപ്പോൾ ഒരു പുതുപുത്തൻ കുപ്പായം അണിഞ്ഞിട്ടുണ്ട്. ഒരു വിശുദ്ധിയുടെ കുപ്പായം. സിസ്റ്ററെ, പ്രാർത്ഥിക്കണമേ, ഇനി ഒരിക്കലും എൻ്റെ പഴയ ജീവിതത്തിലേക്ക് പോകാതിരിക്കുവാനായി. ഈ ആത്മാവിൻ്റെ വിശുദ്ധമായ ജീവിതത്തിന് വേണ്ടി എത്രയോ വർഷങ്ങളായി ഭാര്യ പ്രാർത്ഥിക്കുന്നു, മക്കൾ പ്രാർത്ഥിക്കുന്നു, സഹോദരങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇദ്ദേഹത്തെ അറിയാവുന്നവർ പ്രാർത്ഥിക്കുന്നു. നമ്മുടെയൊക്കെ മുൻപിലും പുറകിലും ഇടത്തും വലത്തും ഒക്കെയുള്ള ആത്മാക്കളെക്കുറിച്ച് നമുക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ അവർ അശുദ്ധമായ ജീവിതം നയിക്കുന്നവരാണെന്ന് കണ്ടാൽ അവരങ്ങനെ ആകട്ടെ എന്ന് വെച്ചിട്ട് പുറംതിരിഞ്ഞ് പോകുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി വിശുദ്ധയുടെ ഒരു വാക്ക് സംസാരിക്കാൻ, അവരെ ഒരു പുണ്യപ്പെട്ട ജീവിതത്തിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. വിശുദ്ധമായ ജീവിത ശൈലി അല്ലാതെ അശുദ്ധമായ ജീവിത ശൈലി രൂപീകരിച്ച്
രോഗികളായി തീർന്ന എത്രയോ വ്യക്തികളുണ്ട്. രോഗാവസ്ഥയിൽ ഇന്നും കഠിനമായ രോഗാവസ്ഥയിൽ തുടരുന്ന എത്രയോ വ്യക്തികളുണ്ട്. ചില മനുഷ്യർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ശിരസിൽ കരങ്ങൾ വയ്ക്കുമ്പോഴേ തന്നെ പരിശുദ്ധാത്മാവ് പറയും, ഈ രോഗത്തിന് കാരണം ഏറ്റുപറയാതെ കിടക്കുന്ന പാവങ്ങളാണ്. ഈ രോഗത്തിന് കാരണം ഏറ്റുപറയാതെ കിടക്കുന്ന പാവങ്ങളാണ്. അപ്പം അവരെ ഒരു കുമ്പസാരത്തിലേക്ക് ആ സമയം തന്നെ ഒന്നൊരുക്കി പാവങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഒരു കുമ്പസാരത്തിന് വിധേയായി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ ചലിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ വളരെ സ്പീഡിൽ ഈ ആത്മാവ് ദൈവാത്മാവുമായിട്ടുള്ള ഐക്യത്തിലേക്ക് ഉയരുകയാണ്. വിശുദ്ധമായ ജീവിതം നയിക്കാൻ ആശിക്കുന്ന ഏതൊരാളും അവരുടെ പാപകർമ്മങ്ങളെ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ചെയ്തികളോടും വിട പറയേണ്ടതായിട്ടുണ്ട്. നമ്മളെ അലട്ടുന്ന പ്രലോഭനങ്ങളോട് നമ്മൾ വിട പറയേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ഒരു നല്ല ജീവിതത്തിലേക്ക് പ്രവേശിക്കാമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിപ്പോകും. അതൊരു ശോഭനമായ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നത് കാണാനായിട്ട് സാധിക്കുകയില്ല. ഒരു സഹോദരന് ഷെയർ ചെയ്തൊരു കാര്യം ഓർക്കുക. സിസ്റ്റേ, ഞാൻ ഒരുപാട് നന്മ പ്രവൃത്തികൾ ചെയ്യണമെന്ന് ആശിക്കുന്നു, ചെയ്യുന്നുമുണ്ട്. എന്തിനാ ഇതെല്ലാം ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്കാകാൻ മേലാത്ത എന്ന് വെച്ചാൽ എനിക്ക് ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരു കാലം വന്നെങ്കിൽ ആ ഒരു കാലത്തേക്ക് വേണ്ടത് ഇപ്പോൾ ആരോഗ്യമുള്ള എൻ്റെ അവസ്ഥയിൽ ഞാൻ ചെയ്ത് കൂട്ടിവെക്കുകയാണ്. ഒരു വലിയ ബാലൻസ്, വലിയ തുക ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് പോലെ വരുംകാലത്തെ ജീവിതത്തിന് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സുഹൃതങ്ങളെല്ലാം സംഭരിച്ചു വയ്ക്കുകയാണ്. എനിക്ക് വളരെ അത്ഭുതകരവുമായിട്ടും പ്രചോദനകരമായിട്ടും തോന്നി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷെയറിങ്. എത്രയോ ഇങ്ങനെ മുന്നേ കൂട്ടിക്കൊണ്ട് ശുദ്ധമായ ജീവിതം നയിക്കുന്ന എത്രയോ വ്യക്തികളാണ് ഉള്ളത്. അവരുടെ കൂടെയുള്ള ജീവിതങ്ങളും അവരുടെ കൂടെയുള്ള പ്രാർത്ഥനകളും അവരുടെ കൂടെയുള്ള അധ്വാനങ്ങളും എത്രയോ സന്തോഷപ്രദമാണ്. ഞാൻ ഓർക്കുക, ഞങ്ങൾ മഠത്തിലൊക്കെ വരുന്ന കാലഘട്ടം ഏതെങ്കിലും ഒരു കൊച്ചു ജോലിയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ മിസ്ട്രസ് പറഞ്ഞു തരും, ഓരോ ജോലിയും ഓരോ നിയോഗാർത്ഥം കാഴ്ചവെച്ച് വിശുദ്ധി പ്രാപിക്കണം. ഞാൻ ഇന്നും ഓർക്കുന്നു, മഠത്തിൽ വന്ന കാലഘട്ടത്തിൽ മുറ്റത്തെ പുല്ല് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്ന് വട്ടത്തിലിരുന്ന് പറിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങളുടെ മിസ്ട്രസ് ഗുരുത്തിയമ്മ വന്നിട്ട് പറഞ്ഞു, പിള്ളേരെ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധമായ ഒരു പ്രവൃത്തിയാണ്. നമ്മൾക്ക് ചെറിയ പ്രായം, അതിനെക്കുറിച്ച് വലിയൊരു ദൈവശാസ്ത്രമൊന്നും അറിയത്തില്ല. എന്നിട്ട് ഞങ്ങളുടെ ഈ സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ പറിക്കുന്ന ഓരോ പുല്ലും, ഒരു കൊച്ചു പുല്ലും പാപികളുടെ മാനസാന്തരത്തിനും ശുദ്ധീകരാത്മാക്കളുടെ രക്ഷയ്ക്കും ലോകത്തിൻ്റെ സുഖത്തിനും എന്ന് വെച്ചാൽ ദൈവം കൊടുക്കുന്ന ലോകത്തിൽ വസിക്കുന്നവർക്ക് കിട്ടുന്ന ആത്മസന്തോഷത്തിനും വേണ്ടി കാഴ്ചവെക്കണം. അങ്ങനെ ഓരോ പ്രവൃത്തിയിലും കുടികൊള്ളുന്ന വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് തന്ന് വലുതാക്കി നമ്മളെ വിടുകയാണ്. ഓരോ കുടുംബങ്ങളിലും ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങളുടെ ഒക്കെ പുറകിൽ ഒരു വിശുദ്ധമായ ജീവിതത്തിൻ്റെ പരിചയമുണ്ട് എന്ന് നമ്മുടെ മക്കളും കൊച്ചുമക്കളും മുതിർന്നവരും ഒക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് വിശുദ്ധമായ ഒരു ജീവിത ശൈലിയിലൂടെ വിശുദ്ധിയുടെ പടവുകൾ ഒന്നിനു പുറകെ ഒന്നായി ചവിട്ടിക്കയറാനായിട്ട് സാധിക്കും. അങ്ങനെ പാപമംഗലമായ അശുദ്ധമായ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് വിശുദ്ധമായ ജീവിതം നമ്മൾ സ്വീകരിക്കുക. അങ്ങനെ വിശുദ്ധിയുടെ ഒരു വെള്ള വസ്ത്രം ധരിച്ച് വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ വിശുദ്ധമായ ജീവിതം നയിച്ച് അഭിഷേകമുള്ള വ്യക്തികളായിക്കൊണ്ട് നമുക്ക് നമ്മുടെ കർമ്മമണ്ഡലങ്ങളിൽ ശോഭിക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം തന്നെ കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവെ, വിശുദ്ധി കൂടാതെ അങ്ങയെ പ്രസാദിപ്പിക്കുക സാധ്യമല്ലല്ലോ. അതുകൊണ്ട് വിശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് എൻ്റെ കുഞ്ഞാത്മാവിനെ നീ അടുപ്പിക്കണമേ. ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലൊക്കെയുള്ള നമ്മളുടെ മനസ്സിൻ്റെ പ്രാർത്ഥന അതാകട്ടെ, വിശുദ്ധി കൊണ്ട് എന്നെ പൊതിയണമേ, വിശുദ്ധിയുടെ വെള്ള വസ്ത്രം എന്നെ അണിയിക്കണമേ, വിശുദ്ധമായി ചിന്തിക്കുവാൻ, വിശുദ്ധമായി സംസാരിക്കുവാൻ, വിശുദ്ധമായ കാര്യങ്ങൾ കാണുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ആദിമസഭയിലെ ക്രിസ്ത്യാനികളെ വിശുദ്ധരെന്ന് വിളിച്ചിരുന്നത് പോലെ കർത്താവെ, ഈ ഒരു കാലയളവിൽ വിശുദ്ധമായ ജീവിതത്തിലൂടെ അങ്ങേക്ക് സുശക്തമായ സാക്ഷികളായി തീരുവാൻ
ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൂടെ അങ്ങയുടെ സ്നേഹത്തിൻ്റെയും അങ്ങയുടെ കൃപയുടെയും അഭിഷേകത്തിൽ വളർന്ന് വിശുദ്ധമായ ജീവിതത്തിലൂടെ സ്വർഗത്തിലെത്തുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ആമേൻ.